എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? പാറുകുട്ടി, അവളുടെ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറ, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന്? എന്താ അത് പിന്നെ? തുമ്പിമോളെ, കൊച്ചെ നീയല്ലേ പറഞ്ഞേ അവർക്കെന്ത് വലിയ അസുഖാണ്, ഇരിക്കുന്നിടത്തൊക്കെ ചോരായിന്ന്? അമ്മുക്കുട്ടി അങ്ങോട്ട് മാറിന്നേ. സുലൈമാനോട് ഇനി പ്രത്യേകം പറയണാവോ? അങ്ങോട്ട് മാറി നിൽക്കണ. നിങ്ങളുടെ ബെഞ്ചിൽ എന്തൊരു ചോന്ന് കാണാ? പീരിയഡ്സോ? എന്റെ നൈസായി ഒഴിവാക്കി നിങ്ങൾ 4 പേര് മുങ്ങാൻ നോക്കണല്ലേ? മര്യാദക്ക് എന്റെ പേരും കൂടി പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കള്ളത്തിനും ഞാൻ പൊളിച്ചടക്കും. മാഡം, പിള്ളേരെന്താ ചെയ്യണ്ടേ? എന്റെ ക്ലാസ്സിലെ പിള്ളേരെ നോക്കണ്ട, നല്ല പണിഷ്മെന്റ് തന്നെ കൊടുക്കണം. ദിവ്യ മിസ് ഒന്ന് വെയിറ്റ് ചെയ്യേ, ഏതറ്റം വരെ കള്ളം പറയുന്നു നോക്കാം. അല്ല, നിങ്ങൾക്ക് അഞ്ചാക്ക് എങ്ങനെ ഒന്നിച്ച അസുഖം വന്നേ? ഇന്നലെ ഞങ്ങൾ എല്ലാരും കൂടി ഒന്നിച്ച് മഴയത്ത് കളിച്ചിന്, അതുകൊണ്ടാ തോന്നുന്നു മിസ്സേ. നിങ്ങൾ 4 പേര് ഫ്രണ്ട്സ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ കല്ലൂന് എങ്ങനെ വന്നേ? ഓഹോ, അങ്ങനെ. അല്ല, നിങ്ങളുടെ മുഖത്തേക്ക് എങ്ങനെ ചോര വന്നേ? ഞങ്ങൾക്ക് പീരിയഡ്സ് അസുഖം നല്ല കൂടിയപ്പോ വന്നതാ മിസ്സേ. സുലൈമാന് കാര്യമായിട്ട് അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. അതേതായാലും നന്നായി. എല്ലാവർക്കും അസുഖം വന്ന സ്ഥിതിക്ക് ഇനി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായേ, വീട്ടിക്ക് പോവാനുള്ള ഓരോ അടവാ ഇത്. ഷോ, പാവം പിള്ളേര്. ദിവ്യ മിസ്സേ, എല്ലാരുടെ വീട്ടിലേക്കൊന്ന് വിളിച്ചേക്ക്, എല്ലാരെയും നമുക്ക് പറഞ്ഞയക്കാന്നേ. ശരി മാഡം. എല്ലാരും സ്റ്റാഫ് റൂമിലേക്ക് വരൂ. പേരൻസിനെല്ലാം ഞാൻ വിളിപ്പിച്ചിട്ടേ നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം കേട്ടോ. മക്കൾക്ക് അസുഖം ഉള്ളതല്ലേ, നടക്കാൻ വെക്കോ ആവോ? വേണമെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡൻസിന് ഹെൽപ്പിനായിട്ട് വിടാം, വേണോ? എന്നാ ഓഫീസിലേക്ക് നടക്കൂ, വീട്ടിൽ നിന്ന് ആളെ വിളിപ്പിക്കാം. ഈ കള്ളത്തിലൊക്കെ എവിടുന്ന് പഠിച്ചു വരുന്നാവോ? ഞാനും അത് ആലോചിക്കുന്നു മാഡം. എന്ത് നല്ല പിള്ളേരായിരുന്നറിയോ? എന്റെ കൈ തരിച്ചു കയറുക. ഈ പിള്ളേരെ ഇങ്ങനെ വിട്ട പറ്റത്തില്ല. എല്ലാ കുത്തക്കെട്ട പിള്ളേരുടെ വീട്ടിലേക്ക് ഫോൺ വിളിക്കുക മിസ്സേ. എന്നിട്ട് ഇപ്പൊ തന്നെ വരാൻ പറ. എനിക്ക് ആ പിള്ളേരുടെ പേരൻസിനെ ഒന്ന് നന്നായിട്ട് കാണണ്ടേ. പിള്ളേരെ ഇങ്ങനെയാണ് വളർത്തുന്നത് എനിക്ക് മുഖത്ത് നോക്കി ചോദിക്കണം. എന്താ നോക്കി നിൽക്കുന്നേ? അങ്ങോട്ട് വിളിക്കും മിസ്സേ. ഓക്കേ മാഡം. ആദ്യം കല്ലൂന്റെ മമ്മിക്ക് വിളിക്കാം, അല്ല മാഡം? അത് വേണ്ട, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാത്തിനും കാരണം പാറക്കുട്ടിങ്ങ. അവൾ കല്ലുവിനെ കുടിക്കിയതാ, എനിക്ക് ഉറപ്പാത്. കല്ലു തെറ്റ് സമ്മതിച്ചതാണല്ലോ. അത് പിന്നെ കല്ലു ആ പാറക്കുട്ടിനെ ഗാങ്ങിനെ പേടിച്ചിട്ട് സമ്മതിച്ചതായിരിക്കും. അത് പറ്റത്തില്ല മാഡം. വിളിക്കുകയാണെങ്കിൽ എല്ലാവരുടെ പേരൻസിനെ വിളിക്കണം, അല്ലെങ്കിൽ ആരുടെ പേരൻസിനെ വിളിക്കണ്ട. ചേടാ, ഈ ദിവ്യ മിസ് രണ്ടും കൽപ്പിച്ചാണല്ലോ. എങ്ങനെയെങ്കിലും എന്റെ കല്ലുമോളെ രക്ഷിച്ചേ പറ്റൂ. എന്നിട്ട് പാറക്കുട്ടിനെയും ഗാങ്ങിനെയും ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്യണം. എന്ന എല്ലാ പേരൻസിനെയും വിളിച്ചേക്കൂ. ചേട്ടാ, നമുക്ക് വീട് മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. ഈ വീട്ടിലേക്ക് തന്നെയല്ലേ പന്തലും കസേരൊക്കെ ഇറക്കാൻ പറഞ്ഞേ? എനിക്കും വീട് വലിയ നിശ്ചയൊന്നും ചേട്ടാ. ഉടമസ്ഥന്റെ പേര് ബാലു എന്നാ മുതലാളി പറഞ്ഞേ. നീ ബാലു എന്നൊന്ന് വിളിച്ചു നോക്കിയേ. ഇത് തന്നെ വീട് ഉറപ്പിച്ചിട്ട് കസേര ടാപ്പായി കറക്കിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇടങ്ങേറേ. ശരി ചേട്ടാ. ബാലു ചേട്ടാ, ബാലു ചേട്ടാ, ബാലു ചേട്ടോയ്. ഒരാൾ വരുന്നുണ്ട്. പന്തല് പണിക്കാർ വന്നോ? ഞാൻ നിങ്ങളെ കുറെ നേരം വെയിറ്റ് ചെയ്തേ. നിങ്ങളെ കാണാതായപ്പോ ഒരു ചായ കുടിക്കാന്ന് കരുതിട്ട് ഉള്ളിലേക്ക് കയറിയതാ. അല്ല, നിങ്ങൾ വന്നിട്ട് കുറെ നേരമായോ? ഇല്ല ചേട്ടാ, ഇപ്പൊ വന്നേ ഉള്ളൂ. ഇത് തന്നെ വീട് നോപ്പിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ഇറക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്, അതുകൊണ്ടാ വിളിച്ചേ. ഇത് തന്നെ വീട്, നിങ്ങൾ പണി തുടങ്ങിക്കോ. എടാ വാടാ, ഞാൻ സഹായിക്കണോ? വേണ്ട ചേട്ടാ, ഇത് ഞങ്ങൾക്കുള്ള പണിയുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടാണോ വന്നേ? ഞങ്ങൾക്കൊന്നും വേണ്ട ചേട്ടാ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എന്റെ വീട്ടിൽ വന്നാലേ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ മതി. മോനെ, ആ സൈഡിക്ക് ഒതുക്കി വെക്കണേ. ഇനി കുറെ വണ്ടിയോട് ആൾക്കാരൊക്കെ വരാനുള്ളതാ, തടസ്സമുണ്ടല്ലോ. അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ചേട്ടാ. എവിടെയൊക്കെ പന്തിരിടണ്ടേ? ഈ കാണുന്ന വഴി മൊത്തം ഇട്ടോളൂ, പിന്നെ വീടിന്റെ ബാക്ക് വശത്ത് ഇടണം. എന്നാ നിങ്ങളോട് പണിയെടുക്ക്, ഞാൻ പോയിട്ടേ നിങ്ങൾക്ക് വല്ലതും കഴിക്കാൻ എടുക്കാം. ഇവിടുത്തെ മുതലാളി നല്ലൊരു മനുഷ്യനാണല്ലോ ചേട്ടാ. അതേടാ, ചില വീട്ടിലൊക്കെ പോയാലേ കുടിക്കാൻ തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല. അത് ചേട്ടൻ പറഞ്ഞ ശരിയാ. നീലു, നീലു, ഒന്നിങ്ങോട്ട് വേഗം വാടി.
കാര്യം അടുക്കളയിൽ എമ്പാടും പണിണ്ടേ ഒന്ന് വേഗം പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് പോവായിരുന്നു നീലു പുറത്ത് 12 പണിക്കാർ വന്നിട്ടുണ്ട് അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തേ ആ അവര് വന്നോ എന്താ കൊടുക്കണ്ടേ ചായ കൊടുത്താ മതിയോ ഈ ഉച്ചനേരത്താണോടി ചായയും കടിയൊക്കെ കൊടുക്കുന്നേ അവർക്ക് ചോറ് വിളമ്പാൻ നോക്ക് വൈകുന്നേരം ആവുമ്പോ ചായയും കടിയൊക്കെ കൊടുക്കാലോ അല്ല ഈ ഉച്ച നേരത്തെ ബാലു എങ്ങോട്ട് പോകുന്നേ നാളെ മുതൽ ക്ഷണം തുടങ്ങണ്ടേ ഇൻവിറ്റേഷൻ കാർഡ് ഇന്ന് കിട്ടുന്ന പറഞ്ഞേ അത് മേടിക്കാൻ പോവാടി നമുക്ക് പാർക്കുയുടെ ഫ്രണ്ട്സിന്റെ എല്ലാവരും വീട്ടിൽ പോകട്ടോ പിന്നെ ശിവമോയുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകണം കേട്ടാ ശരിയടി ആ സൂസുമേടൊക്കെ നമ്മുടെ വീട്ടിൽ വിളിച്ചാ വരുമോ ആവോ വിളിക്കണം നമ്മുടെ കടമല്ല ബാലു വരുന്നത് വരാതിരിക്കണത് അവരെ ഇഷ്ടം ഈ പാർക്കുടിയുടെ നമുക്കൊന്ന് വിളിക്കാം നിന്റെ ഫോണല്ലേ ബെല്ലടിക്കുന്നേ ദിവ്യ മിസ്സിന്റെ നമ്പറാണല്ലോ എന്താ ഈ സമയത്ത് വിളിക്കണേ നീ എടുത്തു നോക്കടി എന്നാലല്ലേ കാര്യം അറിയൂ ഹലോ ഹലോ ഇത് പാർവതിയുടെ അമ്മയല്ലേ ആ പാർവതിയുടെ അമ്മ തന്നെ സംസാരിക്കുന്നേ നീലിമ ഇപ്പൊ അർജന്റായിട്ട് സ്കൂൾ വരെ ഒന്ന് വരണം ഇപ്പൊ തന്നെ വരാനോ എന്താ കാര്യം മിസ്സേ ഇനി മക്കൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അതൊക്കെ ഇവിടെ എത്തിയിട്ട് പറയാം ആ പിന്നെ നീലിമ സുലൈമാൻ ആമയുടെ ഉമ്മ സൈനബിയോടും അമൃതയുടെ അമ്മ ഉഷിനോടും ഇപ്പോൾ തന്നെ സ്കൂളിൽ എത്താൻ പറയണം ഓക്കെ ലേറ്റ് ആവരുത് ശരി ശരി ഞാൻ പറയാം എന്താ നീലു എന്തിനാ മിസ് വിളിച്ചേ ഇപ്പൊ തന്നെ എന്നോട് ഉഷിനോട് സൈനോട് സ്കൂൾക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടേ എന്തിനാ വിളിച്ചെന്ന് ചോദിച്ചിട്ട് ഒരു മറുപടി ഇല്ലേ വന്നിട്ട് പറയാന്ന് പറഞ്ഞേ എനിക്കാകെ പേടിയാകുന്നു ബാലു മക്കൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുന്നുള്ള പേടിയാണോടി പിന്നല്ലാതെ കുരുത്തം കെട്ട പിള്ളേരല്ലേ ഏയ് പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടാവത്തില്ല ആനുവൽ ഡേ പ്രോഗ്രാം വരുമല്ലേ അതിനെ കുറിച്ച് പറയാൻ എന്തെങ്കിലും പോയി നോക്കട്ടെ എന്നാ ഞാൻ ഇൻവിറ്റേഷൻ കാർഡ് വാങ്ങിച്ചിട്ട് വരാം നീ ആ സീതനോട് ആ പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ പറയട്ടാ എന്റെ ദൈവമേ എന്തിനാ നാളെ സ്കൂൾക്ക് വിളിപ്പിച്ചിട്ടുണ്ടാവുക ഹലോ സൈനോ അന്നോട് ഒരു കാര്യം പറയണടി ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഇത് സൂസു മേഡം അല്ലേ പറയൂ മിസ് ഇത് കല്ലുവിന്റെ ക്ലാസ് ടീച്ചർ ദിവ്യ മിസ് ആണ് വിളിക്കുന്നത് നിങ്ങൾ അർജന്റായിട്ട് സ്കൂൾ വരെ ഒന്ന് വരണം സോ സോറി മിസ് ഇപ്പൊ ഞാനൊരു ഷോപ്പിംഗിലാ അത് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ വരാം അല്ലെങ്കിൽ നാളെ വരാം ഓക്കേ പറ്റില്ല മാഡം ഇപ്പൊ തന്നെ വന്നേ പറ്റൂ വാട്ട് ഇപ്പൊ തന്നെ വരാനോ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഷോപ്പിംഗിലാ വരാൻ പറ്റത്തില്ല അതൊന്നും എനിക്ക് അറിയത്തില്ല ഇത് പ്രിൻസിപ്പൽ മാഡത്തിന്റെ ഓർഡർ ആണ് ഓക്കേ ബൈ മാഡം ഹലോ ഹലോ അവള് ഫോൺ കട്ടാക്കിയെന്ന് തോന്നുന്നേ എന്തൊരു അഹങ്കാരം പിടിച്ച മിസ്സാ എന്നോട് കളിപ്പിക്കാൻ മാത്രായോ ആന്റിനോട് പറഞ്ഞ് അവളെ സ്കൂളിൽ പുറത്താക്കണം ഡ്രൈവർ വണ്ടി എടുക്കൂ എന്തൊരു സാധനം ഇത് ആന്റി മേ ഐ കം ഇൻ എന്റെ ഓഫീസിലേക്ക് വരാൻ അനുവാദമൊക്കെ ചോദിക്കണം മോളെ അകത്തേക്ക് വരൂ എന്തിനാ ആന്റി എന്നെ വിളിപ്പിച്ചേ ഈ കസേരയിലേക്ക് ഇരുന്ന് സംസാരിക്കും മോളെ നിന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ടേ ആന്റി എനിക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് മമ്മിയെ വിളിച്ചോ മമ്മി എപ്പോഴാ വരിക ലഞ്ച് ബ്രേക്കിന് മുന്നേ എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തണം ആന്റി നിങ്ങളുടെ എല്ലാവരുടെ അമ്മമാരും കൂടി വിളിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും കുറച്ച് കഴിഞ്ഞങ്ങോട്ട് എത്തുന്നേ ഞാൻ കല്ലുമോളോട് ഒരു കാര്യം ചോദിക്കട്ടെ സത്യം പറയണം എന്താണ് ആന്റി എന്താണെങ്കിലും ചോദിച്ചോളൂ ഈ കല്ലു സത്യം മാത്രമേ പറയൂ നിങ്ങൾക്ക് എല്ലാവർക്കും പീരിയഡ്സ് അസുഖാണെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും വിശ്വസിച്ചെന്ന് കരുതിയോ എന്തിനാ ഞങ്ങളോട് കള്ളത്തരം പറഞ്ഞേ അപ്പൊ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ നോ ഞങ്ങളത് അത്രക്ക് വലിയ പൊട്ടന്മാരാണെന്ന് നിങ്ങൾ കരുതിയോ അപ്പൊ ഞങ്ങളുടെ പേരന്റ്സിനെ എന്തിനാ സ്കൂളിലേക്ക് വിളിപ്പിച്ചേ ഇത്രയും വലിയ കള്ളത്തരം കാണിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സസ്പെൻഷൻ തരാൻ ഓ മൈ ഗോഡ് സസ്പെൻഷനാ സസ്പെൻഷൻ ഞാൻ കിട്ടിയ മമ്മി എന്നെ തല്ലിക്കൊല്ലും ആന്റി അയിനോ കല്ലോ അയിനോ എനിക്കറിയാം അതൊക്കെ നീ അവിടെ ടെൻഷൻ ആവാതെ ഇരിക്ക് എനിക്കെങ്ങാനും സസ്പെൻഷൻ കിട്ടിയാലേ എന്റെ മമ്മി ക്ലബ്ബ് പോകുമ്പോ ആന്റിമാരുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കും അവരെ കളിയാക്കി ചിരിക്കത്തില്ലേ കരയിലെ കല്ലുമോളെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഞാൻ നിന്നെ വിളിപ്പിച്ചേ വാട്ട് സൊല്യൂഷൻ ആന്റി ബട്ടർഫ്ലൈ സ്കൂളിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാ കള്ളത്തരം കാണിച്ചതിന് പിള്ളേരെ സസ്പെൻഡ് ചെയ്യുന്നേ ഈ പണിഷ്മെന്റിൽ എന്റെ കല്ലുമോൾ ഒരിക്കലും ഉണ്ടാവരുതെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്റെ സൂസുമോളുടെ അഭിമാനത്തിന് കോട്ടം വരുത്തുന്നൊന്നും ഈ ആന്റി ചെയ്യത്തില്ലെന്ന് മോൾക്ക് അറിയത്തില്ലേ അല്ല മക്കൾ എന്തിനാ ഈ പീരിയഡ്സ് അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് അഭിനയിച്ചേ അത് പറഞ്ഞേ ആന്റി ലഞ്ച് ബ്രേക്കിന് ശേഷം കണക്ക് പത്തായുടെ പരീക്ഷയുണ്ട് ഞങ്ങൾ ആരും ഒന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഈ കള്ളത്തരം കാണിച്ച് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകാന്ന് വിചാരിച്ചേ പ്ലീസ് ആന്റി ഈ പണിഷ്മെന്റ് എങ്ങനെയെങ്കിലും ഒഴിവാക്കി താ ഓ അതാണല്ലോ കാര്യം പാരന്റ്സ് മീറ്റിംഗ് വെക്കുമ്പോഴേ കല്ലുമോൾ ഒന്നും അറിഞ്ഞിട്ടില്ല ആ പാർക്കുട്ടിയും ഗ്യാങ്ങും മോളെ ചതിക്കാൻ വേണ്ടി മനഃപൂർവ്വം സോസ് ഒഴിച്ചതാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ പറഞ്ഞാൽ രക്ഷപ്പെടോ തീർച്ചയായും അങ്ങനെ പറഞ്ഞാൽ നീ രക്ഷപ്പെടും ചെയ്യും ആ പാർക്കുട്ടിയും ഗ്യാങ്ങും കുടുങ്ങും ചെയ്യും നൈസ് ഐഡിയ ആന്റി നൈസ് ഐഡിയ കളിക്കി തിമിർത്തു പൊളിച്ചു അങ്ങനെ പാർക്കുട്ടിക്ക് എങ്ങനെ പണി കിട്ടിയിട്ടില്ല ബട്ട് ആന്റി ലഞ്ച് ബ്രേക്കിന് ശേഷം കണക്ക് പരീക്ഷയാണല്ലോ ഞാനൊന്നും പഠിച്ചിട്ടില്ല അതൊന്നും സാരല്ല മോളെ സൂസുമോള് വരുന്നുണ്ടല്ലോ നീ അവളുടെ കൂടെ വീട്ടിലേക്ക് പോയിക്കോ അപ്പൊ കണക്ക് പരീക്ഷ എഴുതണ്ടല്ലോ എന്നാ മോള് പോയിക്കോ ഇങ്ങോട്ട് വിളിപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞ കാര്യം ആരും അറിയരുത് കേട്ടോ മാഡം കുട്ടികളുടെ പേരന്റ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഓഫീസിന് മുന്നിൽ നിൽക്കുക ഇങ്ങോട്ട് കയറാൻ പറയട്ടെ അവരോട് മീറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്യാൻ പറയൂ ഞാൻ അങ്ങോട്ട് വരാം ഓക്കെ മാഡം എല്ലാരും അകത്തേക്ക് വരൂ അല്ല ദിവ്യ മിസ്സേ ഇത്ര അർജന്റ് ആയിട്ട് ഞങ്ങൾ എന്തിനാ സ്കൂൾക്ക് വിളിപ്പിച്ചെന്നുള്ള കാര്യം പറഞ്ഞില്ലല്ലോ അതന്നെ ഞങ്ങൾ വന്നപ്പോ മുതൽ ചോദിക്കാണ് ദിവ്യ മിസ് ആണെങ്കിൽ കമാന്നൊരു അസരം ഉണ്ടല്ലേ സ്കൂൾ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ മുൻകൂട്ടി പറയാറുണ്ടല്ലോ ഇതെന്ന് ഇത്ര പെട്ടെന്ന് വിളിച്ചു പറഞ്ഞേ നമ്മൾ തിരിഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ നീര് വിളിച്ചു പറഞ്ഞേ സ്കൂൾക്ക് പോണെന്ന് അവിടെ ബക്കറ്റിൽ തൂണിട്ടിട്ടാ പോന്നിക്കണതേ എന്തെങ്കിലും പറ മിസ്സേ
നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ. മീറ്റിംഗ് ഹാളിലേക്ക് ഇപ്പൊ പ്രിൻസിപ്പൾ വരും. പ്രിൻസിപ്പൾ എല്ലാ കാര്യം നിങ്ങളോട് പറയുന്നേ. അതുവരെ നിങ്ങൾ ഈ കസേരയിൽ വെയിറ്റ് ചെയ്തോളൂ. മോളുടെ ഫംഗ്ഷന്റെ തിരക്കാണേ. മീറ്റിംഗ് പെട്ടെന്ന് കഴിയാവോ? അതൊക്കെ അരമണിക്കൂറിനുള്ളിൽ കഴിയും. അല്ല, മീറ്റിംഗിന് ഞങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ പേരൻസിനൊന്നും വിളിച്ചിട്ടില്ലേ? ദിവ്യ മിസ്. ആഹാ, നമ്മള് മാത്രല്ലല്ലോ, സൂസു മേഡം ഉണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞ് ഇനിയും പേരൻസ് വരണ്ടാവും. അല്ലടി സീനു? അതെടി, നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയെന്നൊക്കെ തോന്നുന്നതേ. അർജന്റായിട്ട് എന്തിനാ സ്കൂളിൽ വരണമെന്ന് പറഞ്ഞേ? ഞാൻ ഷോപ്പിങ്ങിന് തിരക്കിലായിരുന്നു. നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കൂ. പ്രിൻസിപ്പൽ മാഡം ഇപ്പൊ മീറ്റിംഗ് ഹാളിലേക്ക് വരും. എന്നിട്ട് എല്ലാ കാര്യം നിങ്ങളോട് പറയുന്നേ. സൂസു മാഡം ഇവിടെ ഇരുന്നോളൂ. ഓ മൈ ഗോഡ്, ഈ അസത്തുകൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഇങ്ങോട്ട് പാടി സൂസു, നമുക്ക് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കേ. ദിവ്യ മിസ്സേ, നമ്മൾ വിളിച്ച എല്ലാ പേരൻസ് എത്തിയോ? യെസ് മാഡം, എല്ലാരും എത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അർജന്റായിട്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്തിനാണെന്നറിയോ? അതറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്കൂൾക്ക് വരൂലല്ലോ. വാട്ട്? എന്താ പറഞ്ഞേ? മിണ്ടാതിരി സൈന. മക്കളുടെ ആനുവൽ ഡേ പ്രോഗ്രാമിനെ കുറിച്ച് പറയാനല്ലേ മാഡം വിളിപ്പിച്ചേ? നോ, അല്ല. നിങ്ങളുടെ മക്കളുടെ കുരുത്തക്കെട്ടിനെ കുറിച്ച് പറയാനാ. എന്താ മാഡം, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞങ്ങളുടെ മക്കൾ എന്ത് കാണിച്ചു നിങ്ങൾ പറയുന്നത്? ആന്റി, വാട്ട് ഹാപ്പൻ? ഒന്ന് തെളിയിച്ച് പറയൂ മാഡം. ഞാൻ പറഞ്ഞ അറിയേണ്ട കാര്യമില്ല, നിങ്ങൾ തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്ക്. പാർക്കുട്ടി, ഇങ്ങോട്ട് വരൂ. അയ്യോ,